എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്ലോകം 61 തൊട്ട് വായിക്കാം. സ്വകീയം ദുയദ്ഭവത്തേജ തവൈ ഭാഗവതോ ദദാൻ തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ്ഭാഗവതാർണവം. സ്വകീയം യദ്ഭവേത്തേജ സദ്വൈ ഭാഗവതേ ദദാത് തിരോധായ പ്രവിഷ്ടോയം ശ്രീമദ്ഭാഗവതാർണവം. തേനീയാ വാഗ്മയീ മൂർത്തി പ്രത്യക്ഷാവർത്തതേ ഹരേ സേവനാശ്രവണാൽ പാഠ ദർശനാത് പാപനാശിനി. തേനീയാ വാഗ്മയീ മൂർത്തി പ്രത്യക്ഷാവർത്തതേ ഹരേ സേവനാശ്രവണാൽ പാഠ ദർശനാത് പാപനാശിനി. സർവപ്രകാശകമായ തൻ്റെ തേജസ്സിനെ ശ്രീമദ് ഭാഗവതത്തിൽ സ്ഥാപിച്ച് അവതാര സ്വരൂപത്തോടുകൂടി മറഞ്ഞ ശേഷം ശ്രീമദ് ഭാഗവത സമുദ്രത്തിൽ ചെന്നിരുന്നു. ശ്രീമദ് ഭാഗവത സമുദ്രം ശ്രീകൃഷ്ണചന്ദ്രൻ്റെ ഉൽപ്പത്തി സ്ഥാനമാണെന്ന് സാരം. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ശ്രീകൃഷ്ണ ഭഗവാന്റെ വാഗ്മയീയായ മൂർത്തിയാകുന്നു. ആ സ്വരൂപം സർവേന്ദ്രിയങ്ങൾക്കും വിഷയമായി തന്നെ ഇരിക്കുന്നതിനാൽ അതിനെ സേവിക്കുക, കേൾക്കുക, പഠിക്കുക, ദർശിക്കുക എന്നിവയിൽ ആസക്തന്മാരായവരുടെ പാപത്തെ നശിപ്പിക്കുവാൻ ആ വാഗ്മയീയായ മൂർത്തി സമർത്ഥയായിരിക്കുന്നു. ശ്ലോകം 63. സപ്താഹശ്രവണം തേന സർവോപ്യധികം കൃതം സാധനാനി തിരസ്കൃത്യ കലോ ധർമ്മോയമീരിതഃ. സപ്താഹശ്രവണം തേന സർവേഭ്യോപ്യധികം കൃതം സാധനാനി തിരസ്കൃത്യ കലോ ധർമ്മോയമീരിതഃ. ആ കാരണത്താൽ 7 ദിവസം കൊണ്ട് ഭാഗവതം പൂർണ്ണമായി ശ്രവിക്കുന്നത് മറ്റു സാധനങ്ങളെക്കാൾ മോക്ഷലാഭത്തിന് ഉത്കൃഷ്ടമായ സാധനമാണെന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. കലിയുഗത്തിൽ ഇതര സാധനങ്ങളെ തിരസ്കരിച്ചിട്ടും സപ്താഹയജ്ഞരൂപമായ ധർമ്മം പ്രധാനമെന്ന് സർവജ്ഞന്മാരാൽ പറയപ്പെട്ടിരിക്കുന്നു. ക്ഷാളനായ കാമക്രോധജയാർത്ഥം ഹേ ഖലോ ധർമ്മോയമീരിതഃ. ദുഃഖദാരിദ്ര്യദൗർഭാഗ്യ പാപപ്രക്ഷാളനായ കാമക്രോധജയാർത്ഥം ഹി ഖലോ ധർമ്മോയമീരിതഃ. ശരീരത്തിൽ ബാധിക്കുന്ന വ്യാധ്യാദികളാൽ ഉണ്ടാകുന്ന ദുഃഖം, ധനാധ്യഭാവ ഹേതുകമായ ദാരിദ്ര്യം, പരിശ്രമിച്ചാലും ഫലപ്രാപ്തിയില്ലാത്തതയാവുന്നതിന് കാരണമായ ദൗർഭാഗ്യം, കർമ്മദോഷം, ശരീരം, വാക്ക്, മനസ്സ് മുതലായവയാൽ അറിഞ്ഞും അറിയാതെയും ചെയ്യപ്പെടുന്നതായ പാപം എന്നീ ദോഷങ്ങളെ ഇല്ലാതെയാക്കുവാനും കാമക്രോധാദി ദോഷവൃത്തികളെ ജയിപ്പാനും കലിയുഗത്തിൽ സമുചിത ധർമാനുഷ്ഠാനം സപ്താഹശ്രവണമാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു. ശ്ലോകം 65. അന്യഥാ വൈഷ്ണവീമായ ദേവൈരവി സുദുസ്ഥ്യജ കഥം ധ്യാജ ഭവേ പുംഭി സപ്താഹോദ പ്രകീർത്തിതഃ. അന്യഥാ വൈഷ്ണവീമായ ദേവൈരവി സുദുസ്ഥ്യജ കഥം ധ്യാജ ഭവേ പുംഭി സപ്താഹോദ പ്രകീർത്തിതഃ. ദേവന്മാരുടെ പ്രയാസപ്പെട്ടാലും ഉപേക്ഷിക്കാൻ സാധിക്കാത്തതായ വിഷ്ണുമായയെ സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ ഉപേക്ഷിക്കാൻ കഴിയും? അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് കൂടെ പ്രയാസം കൂടാതെ വിഷ്ണുമായ ബാധയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പരമോപായം സപ്താഹയജ്ഞമൊന്ന് മാത്രമാകുന്നു. മാമേവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിരേ. എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നവർ എൻ്റെ ഈ മായാബാധയിൽ നിന്ന് മുക്തന്മാരായി വരുമെന്ന് ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നു. ഈ ഭാഗവതം ഭഗവാന്റെ വാഗ്മയിയായ മൂർത്തിയാകയാൽ ഇതിനെ ശരണം പ്രാപിക്കുന്നതാണ് ഉത്തമം എന്നറിഞ്ഞുകൊള്ളണം. ശ്ലോകം 66. ശ്രീസൂത ഉവാച ഏവം നഗാഃ ശ്രവണോരുധർമ്മേ പ്രകാശമാനേ ഋഷിഭിः സഭായാം ആശ്ചര്യമേകം സമഭൂത്തദാനീ തദുച്യതേ സംശൃണു ശൗനുകത്വം. ഏവം നഗാഃ ശ്രവണോരുധർമ്മേ
പ്രകാശമാനേ ഋഷിഭിः സഭായാം ആശ്ചര്യമേകം സമഭൂതദാനീം തതുച്യതേ സംശൃണു ശൗനകത്വം. സൂതൻ പറഞ്ഞു, ഇപ്രകാരം ഋഷികളാൽ സഭയിൽ സപ്താഹശ്രവണരൂപമായ മഹാധർമ്മം പ്രകാശിപ്പിക്കപ്പെട്ടപ്പോൾ ഒരാശ്ചര്യമുണ്ടായി. ഹേ ശൗനക, അതിനെ ഞാൻ പറയാം, അങ്ങ് കേൾക്കുക. ശ്ലോകം 67. ഭക്തിസ്തുതോദോ തരുണോ ഗൃഹീത്വാ പ്രേമൈകരൂപ സഹസാ വിരാസേൻ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാദേതി നാമാനി മുഹുർവദന്തി. ഭക്തിസ്തുതോദോ തരുണോ ഗൃഹീത്വാ പ്രേമൈകരൂപ സഹസാ വിരാസേ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാദേതി നാമാനി മുഹുർവദന്തി. ഭക്തിസ്തുതോദോ തരുണോ ഗൃഹീത്വാ പ്രേമൈകരൂപ സഹസാ വിരാസേ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ നാദേതി നാമാനി മുഹുർവദന്തി. സപ്താഹ മഹാത്മ്യ പ്രഖ്യാപന നിമിത്തം ജ്ഞാനവൈരാഗ്യങ്ങളാവുന്ന 2 പുത്രന്മാരോടുകൂടി വാർദ്ധക്യം നശിച്ച പ്രേമമാകുന്ന മുഖ്യസ്വരൂപത്തോടുകൂടിയ ഭക്തിയാവുന്ന മാതാവ് യുവാക്കന്മാരായ ആ 2 പുത്രന്മാരോടുകൂടെ ചേർന്ന് ഹേ കൃഷ്ണ, ഹേ ഗോവിന്ദ, ഹേ ഹരേ, ഹേ മുരാരേ, ഹേ നാഥ എന്ന നാമങ്ങളെ വീണ്ടും വീണ്ടും ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ട് പെട്ടെന്നു സഭയിൽ പ്രത്യക്ഷമായി ഭവിച്ചു. നാമസങ്കീർത്തനം ഭക്തി സ്വരൂപമാണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ശ്ലോകം 68. താം ജാഗതാം ഭാഗവതാർത്ഥഭൂഷാം സുചാരുവേഷാം ദശു സദസ്യ കഥം പ്രവേഷ്ട കഥമാഗതേയം മധ്യേ മുനീനാമിതി തർക്കയന്തഃ. താം ജാഗതാം ഭാഗവതാർത്ഥഭൂഷാം സുചാരുവേഷാം ദദർശു സദസ്യ കഥം പ്രവേഷ്ട കഥമാഗതേയം മധ്യേ മുനീനാമിതി തർക്കയന്തഃ. ഭഗവത് ഭക്തന്മാരുടെ ദിവ്യാലങ്കാര സ്വരൂപയായും മനോഹര വേഷത്തോടുകൂടിയതവളുമായ ഭക്തി അവിടെ ആഗമിച്ചിരിക്കുന്നതിനെ കണ്ട് സദസ്യന്മാർ ഈ മഹതി ഇവിടെ ഇപ്പോൾ എങ്ങനെ വന്നു, മുനികളുടെ മധ്യത്തിലെ എങ്ങനെ പ്രവേശിച്ചു എന്നിങ്ങനെ വിചാരം ചെയ്തുകൊണ്ട് ആ മനോഹര സ്വരൂപത്തെ നോക്കിക്കൊണ്ടിരുന്നു. ഓം 69. ഓജോ കുമാരവചനം ദദാനീം കഥാർത്ഥതോ നിഷ്പരിദാതനുയം ഏവം ഗിരസാ സസുതാ നിശമ്യ സനത്കുമാരം നിജഗാതനമ്ര. ഊജോ കുമാരവചനം ദദാനീം കഥാർത്ഥതോ നിഷ്പരിദാതുനേയം ഏവം ഗിരസാ സസുതാ നിശമ്യ സനൽകുമാരം നിജഗാതനമ്ര. ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തെ പ്രതിപാദിച്ചതായ കഥയുടെ അർത്ഥ ശ്രവണ നിമിത്തം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുവെന്ന് കുമാരന്മാർ പറഞ്ഞ വാക്കുകളെ പുത്രന്മാരോട് ചേർന്നിരിക്കുന്ന ഭക്തി കേട്ടിട്ട് സനൽകുമാരനെ നമസ്കരിച്ച് ഇപ്രകാരം പറഞ്ഞു. ശ്രീഭക്തിരുവാച ഭവൽഭിരദ്ദൈവ കൃതാസ്മി പുഷ്ട കലിപ്രണഷ്ടാവികദാരസേന പാഹം തു നിഷ്ഠമ്യധുനാ ബ്രുവന്തോ ഗാമ്യായുദന്ത ഗിരമോചിരേദേ. ഭവൽഭിരൈദൈവ കൃതാസ്മി പുഷ്ട കലിപ്രണഷ്ടാവികദാരസേന കാഹം തു തിഷ്ഠാമ്യധുനാ ബ്രുവന്തോ ബ്രാഹ്മ്യായുദന്ത ഗിരമോചിരേദേ. ഭവൽഭിരദ്ദൈവ കൃതാസ്മി പുഷ്ട കലിപ്രണഷ്ടാവികദാരസേന കാഹം തു നിഷ്ഠാമ്യധുനാ ബ്രുവന്തോ ബ്രാഹ്മ്യായുദന്ത ഗിരമോചിരേദേ. ബ്രാഹ്മ്യ ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ താം അവളോട് ഗിര ഊജിരെ വാക്കിനെ പറഞ്ഞു. ഭക്തി പറഞ്ഞു, കലിദോഷം നിമിത്തം ഞാൻ ഖണ്ഡിക്കപ്പെട്ട ശരീരത്തോടുകൂടിയായ അവളായിരുന്നുവെങ്കിലും കഥാരസത്താൽ ഭഗവാന്മാർ എന്നെ ഇപ്പോൾ പോഷിപ്പിച്ചിരിക്കുന്നു. ഞാനും എൻ്റെ പുത്രന്മാരും എവിടെയാണ് ഇരിക്കേണ്ടതെന്ന് ഭഗവാന്മാർ പറയണമെന്ന് ചോദിച്ചതിനെ കേട്ട ബ്രഹ്മപുത്രന്മാർ ഇങ്ങനെ പറഞ്ഞു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ
ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാനന്ദ സ്വരൂപനേ നമഃ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം.